ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ആരും കാണണമെന്നില്ല അല്ലേ. ഞങ്ങൾ മുക്കം വരെ പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. ഫാത്തിമോനെ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. സാധാരണ നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ബുക്ക് ചെയ്യൽ. ഇന്ന് നമ്മൾ ഏഴരക്കാണ് ബുക്ക് ചെയ്തത്. കാരണം നോമ്പിന് നമ്മൾ ഏഴരക്ക് ബുക്ക് ചെയ്ത് 2 പ്രാവശ്യം കാണിച്ച് നോക്കുമ്പോൾ ഈ ഏഴരക്ക് പോയാൽ വലിയ തിരക്കൊന്നുമില്ല. വൈകുന്നേരം 5 മണിക്ക് പോയാൽ മരുന്ന് വാങ്ങാനും കാണിക്കാനൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുറേ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അതുപോലെ നോക്കിയിട്ട് ഇന്നും ഏഴരക്കാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണി സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. ഓട്ടോറിക്ഷ നിറച്ച ആൾക്കാരുണ്ട്. ഓട്ടോറിക്ഷ നിറച്ച ആൾക്കാരില്ല കേട്ടോ, ഞങ്ങൾ 5 ആളും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 ആകുമ്പോൾ പറഞ്ഞാൽ 7 ആകുമ്പോൾ എത്തിയാൽ മതി. 7ൻ്റെ 8ൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണിച്ചാലുള്ളത്. അപ്പോൾ നമ്മൾ വിളിച്ചു നോക്കിയിട്ടാണ് സാധാരണ പോകല്. ഇന്ന് പിന്നെ നോമ്പൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ വിളിച്ചു നോക്കിയിട്ടൊന്നുമില്ല. ഏതായാലും ബുക്ക് ചെയ്തതല്ല, അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. നോമ്പിന് പിന്നെ നമ്മൾ വിളിച്ചു നോക്കണം, ആൾക്കാർ കുറവേക്കാരം. ഈ നോമ്പായതുകൊണ്ട് ആൾക്കാർ കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചു നോക്കിയിട്ട് ആയണോന്നൊക്കെ നോക്കിയിട്ടാണ് പോയി ചെയ്തിട്ട്. പോകുമ്പോൾ വിളിച്ചലാണ്, അഥവാ ഡോക്ടർ എങ്ങോട്ടെങ്കിലും ഇറങ്ങണമെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കിയിട്ടൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും അവിടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ നമ്മൾ രാത്രി ഇറങ്ങിയതാണ്. ഈ രാത്രി ഈ ക്യാമറയ്ക്ക് ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പോകുമ്പോൾ എന്തായാലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വ്ളോഗാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈജമോളെയും ഇനിയും മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചത്തിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വെളിച്ചം കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ഏകദേശമൊക്കെ എത്താനായിക്കണ്. അവിടെ ഇവിടെയൊക്കെ ഉള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോണ വീഡിയോ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ എങ്ങോട്ടും പോകലൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ എത്തി. നമ്മളിവിടെ ഡോക്ടറെ കാണിക്കുന്നിടത്ത് എത്തിയിട്ടോ. അപ്പോൾ ഞാനും ഫാദിമോനും അനൂസും കൂടി മേലക്കരി പോവാണ്. അപ്പോൾ അനൂസിനെയും ഫാദിനെയും ഒക്കെ കൂടെ കൊണ്ടുപോകണം. ഫാദിനെ എന്തായാലും ഡോക്ടറെ കാണിച്ചണം. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇസമോളെ അനൂസിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അനൂസിനെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചെരുപ്പൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊരു 10 മിനിറ്റൊക്കെ അവിടെ നിന്നുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിയിട്ട് ഓലത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുമ്പം പിന്നെ വരുന്നവർക്ക് അധികം സമയമൊന്നും എടുക്കില്ല. അങ്ങനെ അനൂസിൻ്റെ അടുത്ത് ഓനെ കൊടുത്ത് ഓളെ കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് നിന്നില്ല. പിന്നെ ഞാൻ ഓളെയും കൊണ്ട് തന്നെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കാണിച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഓല 3 കുഞ്ഞാൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഞാൻ മരുന്നാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നത്. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ATM പോയ കഥയൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലോഗ് കിട്ടീനി. അന്ന് ATMൻ്റെ റെഡി ആയില്ലേനി. അപ്പം ഇന്ന് അത് റെഡി ആയിനെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓമിയോൻ്റെ അടുത്ത് നോക്കുമ്പോഴാണ് ആ മെസ്സേജ് വന്നത്. നമ്മൾ ബാങ്കിലേക്ക് വിളിച്ച് ചോദിച്ചു ഇനി എന്താണ് റെഡി ആവാത്തതെന്നൊക്കെ. അപ്പോൾ ഓല് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിനി. അങ്ങനെ അത് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് റെഡി ആയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്ന് പോണത് അരീക്കോടുക്കാണ്. അരീക്കോട് പോയാണ്ട് ATM കയറി ഇരിക്കണം. നമ്മൾ ഇനി മുക്കത്തേക്ക് അങ്ങോട്ട് പോകണ്ട വിചാരിച്ചിട്ട് അരീക്കോടുക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അരീക്കോടുക്ക് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കണ്ട. അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ കാരശ്ശേരി ജംഗ്ഷനിലായിട്ട് ഒരു വണ്ടിയിൽ ഷവർമ്മൻ്റെ വിൽക്കണത് ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടിരുന്നിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഷവർമ്മ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിനി. അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ അരീക്കോടുക്ക് പോകില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അവിടുന്ന് ഷവർമ്മ കഴിച്ച് പിന്നെ വേറെ എന്തെങ്കിലും കാണുമ്പം അങ്ങനെ അത് വാങ്ങാൻ തോന്നുമ്പോൾ അങ്ങനെ കുറേ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഷവർമ്മ കഴിക്കാതെ പോന്നിട്ടോ. അപ്പോൾ ആ ഷവർമ്മ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച പ്ലാനിലാണ് അനൂസിനെയൊക്കെ കൊണ്ട് പോകുന്നത് കേട്ടോ. പിന്നെ അരീക്കോടുക്ക് എന്തായാലും പോകണമല്ലോ. അങ്ങനെ നമ്മൾ അരീക്കോട് എത്തിയിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോയാൽ നമ്മൾ എല്ലായിടത്തും അങ്ങനെ ഇറങ്ങലൊന്നുമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ നല്ല കട്ടിയിലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തിന്ന് അങ്ങോട്ട് പോകലാണ്. അപ്പം ഇന്ന് നമ്മൾ അരീക്കോട് എത്തിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഒന്ന് പോണത് റെഡിയാവുമെന്ന് വിചാരിച്ചിട്ടല്ലേ പോണത്. അങ്ങനെ ഇരുട്ടായതുകൊണ്ട് ഞങ്ങളൊന്നും കാണുന്നില്ല കേസ്. അങ്ങനെ ഇനി നിസമോളെ ഞാനിങ്ങനെ ചെറു വെളിച്ചത്തിൽ ഇങ്ങനെ കാണിച്ചാണ്. നിസമോൾക്കാണെങ്കിൽ വണ്ടി കയറി ഉറങ്ങിയിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾക്കാണ് ഞങ്ങളധികവും പുറത്തേക്ക് ഇറങ്ങല്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വ്ളോഗുകൾ പറഞ്ഞാൽ വേറെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന വ്ളോഗുകളൊന്നും ഞങ്ങൾ എടുക്കാത്തത് കേട്ടോ. പിന്നെ ഒറ്റക്കൊക്കെ വേണമെങ്കിലെങ്കിലൊക്കെ പോകാം, അങ്ങനെയൊന്നും പിന്നെ ഞങ്ങൾ പോകലില്ല. ഞങ്ങളിങ്ങനെ ഡോക്ടറെ കാണിക്കാനാണ് ഞങ്ങളെ മെയിൻ. ഇപ്പോൾ ഫാദിമോനങ്ങനെ ഡോക്ടറെ കാണിക്കാനുണ്ടായതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 15 ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ പോകണം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഓനെ ഡോക്ടറെ കാണിച്ച് നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരീക്കോടൊക്കെ എത്താനായിക്കുന്നുണ്ട് കേട്ടോ. എവിടെ എത്തിന്നൊന്നും ഇരുട്ടത്ത് മനസ്സിലാവണമെന്നില്ല. അങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുത്തല്ലേ. അങ്ങനെ നമ്മൾ ATMൻ്റെ മുന്നിൽ എത്തിക്കണം കേട്ടോ. അങ്ങനെ ATM നമ്മൾ എൻ്റെ ATM ആദ്യം കുഞ്ഞാൻ്റെ ATM ഇട്ട് പിന്നെ എൻ്റെ ATM ഇട്ട് ഫാദിമോന് പൈസ വാങ്ങാൻ റെഡിയായിട്ട് കാത്തിക്കാണ് കേട്ടോ. അങ്ങനെ 2 ആളെ ATM ഞങ്ങൾ പൈസ ഒക്കെ എടുത്ത്. കാരണം എൻ്റെ കട്ടായിട്ടൊന്നുമില്ല. കാരണം എൻ്റെ അങ്ങനെ വലിയ ഇടപാടൊന്നും നടത്താത്തതുകൊണ്ട് കട്ടായില്ല. കുഞ്ഞാൻ്റെ ഗൂഗിൾ പേ ഇങ്ങനെ ഇടപാട് നടക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് കട്ടായിപ്പോയി.
അങ്ങനെ ഇൻ്റേത് ഇപ്പോഴും കട്ടായില്ല കേട്ടോ. അത് ഇനി കട്ടാകുമ്പോൾ ഇനിയിപ്പോൾ അതിനായിട്ട് ഇൻ്റെയായിട്ട് പോരണ്ടല്ലോ ചോദിച്ചിട്ട് രണ്ടാമതും കൂടി ഞാൻ അതിൽ നിന്ന് പൈസ വലിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇനി എടുക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ അന്നൂസ് ഇടയ്ക്കിടയ്ക്ക് അരി കൊടുക്ക് വരുമ്പോൾ പറയും എമ്മീത്തെ ഫ്രൈഡ് ചിക്കൻ, എമ്മീത്തെ ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ പറയും. അപ്പോൾ നീ എമ്മയിൽ കയറിയിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പോരുന്ന വയ്ക്കെന്ന് പറഞ്ഞ് കഴിക്കാൻ നേരമില്ല, 8:45 അയക്കണം കേട്ടോ നമ്മൾ അരിക്കൊടുത്തുമ്പം. അപ്പം എന്തായാലും അവിടെ ഓർഡർ കൊടുത്തു പോലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തിന്ന് പോകുമ്പോൾ നേരം കുറേ ആവില്ലേ. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് പോവാന്ന്. അപ്പം നമ്മൾ അവിടെ എത്താനായിക്കണം കേട്ടോ. എവിടെ ഇങ്ങനെ നോക്കി പോയിനി. അപ്പോൾ അവിടെ എമ്മി തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ മമതയെ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളിവിടെ എത്തുമ്പം എമ്മി തുറന്നിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ നല്ല തിരക്കുമാണ് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെയുള്ള എമ്മിയും അങ്ങനത്തെ ഒന്നും കയറലില്ല. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സ്നാക്സുമായി പോരുക എന്നല്ലാതെ. അങ്ങനെ നമ്മൾ അരീക്കോടെത്തി ഒരു എമ്മിയിൽ പോയി ഓർഡർ എടുക്കാൻ കയറിയാണ്. അപ്പോൾ കയറി വെക്കുമ്പം കുഞ്ഞാൻ്റെ കൂടെ പഠിച്ചാരോ ആണല്ലോ, ചങ്ങായി ആണല്ലോ. അങ്ങനെ ചങ്ങായി മീൻസ് ഫ്രണ്ടാണെന്ന് എൻ്റെ കൂടെ പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഓലത് ഓർഡർ കൊടുത്ത നേരത്തെ ഞാൻ ഈ സംഭവം ഇവിടെ വണ്ടിയിൽ ഇരിക്കേനി. ഓല ഓർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ നിൽക്കണ ഒരു സാധനം കൊണ്ട് വന്നിക്കണേ. ആ നേരം കൊണ്ട് നമ്മൾ ATMൻ്റെ കുഞ്ഞാവിൻ്റെ ഗൂഗിൾ പേ ഒക്കെ റെഡി ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വണ്ടിയിലേക്ക് കയറുകയാണ്. പിന്നെ എന്ത് സാധനം വാങ്ങിയാലും അത് ഫാത്തിമ പിടിക്കും, അതാണ് ഞങ്ങളെ കരാറ് കേട്ടോ. ഓനത് മൂലക്കൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം, അങ്ങനെയാണ് ഓൻ്റെ ഇഷ്ടം. അങ്ങനെ ഓൻ്റെ അടുത്ത് അത് കൊടുത്ത് ഓനത് മൂലയിൽ പിടിച്ച് ഇരിക്കുകയാണ്. പിന്നെ ഈ സമോളും ഞാനും എല്ലാവരും ഇതിനുള്ളിലുണ്ട് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് പിന്നെ എല്ലാവരും കാണുമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നേരെ 9 മണി ആയിക്കണ്. കുറേ നേരം വൈകിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ നേരം ആയിക്കണ്. അപ്പോൾ നമ്മളിങ്ങനെ അരീക്കോടുക്ക് പോരുന്നതൊന്നും വിചാരിക്കാത്തതാണ് കേട്ടോ. മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു നാളെ പോകാമെന്നാണ് വിചാരിച്ചിനി, അത് റെഡി ആയിട്ടില്ലെങ്കിൽ. അപ്പം അങ്ങനെ ഒന്നും കൂടി ബാങ്കിൽ പോയേക്കാന്നൊക്കെ പറഞ്ഞ് പോകുന്നതേനി. അപ്പോൾ അതൊന്നും റെഡി ആയില്ല. അപ്പോൾ ഇന്ന് ഫുള്ള് ഇരുട്ടാണ്, നമ്മൾ വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ പെരയിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനി പെരയിലെത്തിയിട്ട് കാണാം. നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ തിന്നണതൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നമ്മൾ അതേപോലെ മട്ടൻ പോലെയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പോകലുള്ളൂ പുറത്ത് കിട്ടും. അതാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണത്. അല്ലാതെ ഞങ്ങളിങ്ങനെ വല്ലാതെ എടുക്കും പോലൊന്നുമില്ല. ഒന്നാമത് ഒരു നേരമില്ല കുഞ്ഞാവക്ക്, ഞങ്ങളെ കൊണ്ടുപോകാനും നേരമില്ല, വരാനും നേരമില്ല. ഇങ്ങനെ ഈ ഒരു ഡോക്ടറെ കാണിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പോക്കിന് മാത്രമാണ് ഞങ്ങൾ പോകലുള്ളൂ. അപ്പോൾ നമ്മളെ പാലത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയപ്പോൾ ആരുമില്ലേ, ഇങ്ങോട്ട് പോന്നപ്പാട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കണത്. അങ്ങനെ ഇങ്ങനെയൊക്കെ മീൻസ് കുറേ ഫോണുമ്പോൾ കഴിച്ചാണ് അങ്ങനെയൊക്കെ തോണ്ടിയും ഒക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കണേ. നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഇത് അവിടെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാവ എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് എല്ലാവരും കൂടി ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് കാത്ത് നിന്നതേനി. അങ്ങനെ നമ്മളെ ചൂടോട് കൂടിയുള്ള ഫ്രൈഡ് ചിക്കനും എല്ലാം കുപ്പൂസും ഒക്കെ ഇവിടെ റെഡി ആയിക്കണം. ഞങ്ങളത് കഴിക്കാൻ പോകണത്, കഴിക്കണതൊന്നും വീഡിയോ എടുക്കണില്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോന്നൊന്നും ഞാൻ ചോദിക്കണില്ല. എന്തായാലും കാണുന്ന സ്ഥിതിക്ക് ഒരു ലൈക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് തരേണ്ടി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.